തിയേറ്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാത്തിരിപ്പിന് വിരാമം. പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച് ബ്രഹ്മാണ്ഡ ചിത്രം വൃഷഭ. പീരീഡ് ലുക്കിലും പുതിയ കാല ലുക്കിലും ലാലേട്ടൻ തകർത്താടിയ പാൻ ഇന്ത്യൻ സിനിമ തിയേറ്ററുകളിൽ ആരവവും ആഘോഷവും സൃഷ്ടിച്ചു കഴിഞ്ഞു. ഗോഡ് ഓഫ് ആക്ടിംഗ്, ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ സൂപ്പർ സൂപ്പർ സൂപ്പർ. അച്ഛനും മകനും തമ്മിലുള്ള ഹൃദയബന്ധം, അവിചാരിതമായി വന്നുചേരുന്ന സംഭവ വികാസങ്ങൾ, പുരാണവും പുതിയ കാലവും മാറിമറിയുന്ന കഥാഗതി. രാജ വിജയേന്ദ്ര വൃഷഭയായും ബിസിനസ് മാഗ്നറ്റായും ലാലേട്ടൻ പകർന്നാടുമ്പോൾ അതിശയിച്ചു പോകും. അപാരം, അമാനുഷികം. കന്നഡയിലെ സൂപ്പർ സംവിധായകൻ നന്ദകിഷോർ ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രം മലയാളത്തിലും തെലുങ്കിലുമായി ഒരേ സമയമാണ് ചിത്രീകരിച്ചത്. മലയാളത്തിനും തെലുങ്കിനും പുറമെ കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലാണ് സിനിമ എത്തിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ ചിത്രമായി വൃഷഭ എങ്ങും സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. തെലുങ്ക് നടൻ റോഷൻ മെക്ക ലാലേട്ടന്റെ അച്ഛൻ കഥാപാത്രത്തോടൊപ്പം മികവാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അരങ്ങേറ്റം ഗംഭീരമാക്കിയിട്ടുണ്ട് സഞ്ജയ് കപൂറിന്റെ മകൾ ഷനയ കപൂർ. സഹറ ഖാൻ, രാഹിണി ദ്വിവേദി, സമർജിത്ത്, ലങ്കേഷ് തുടങ്ങിയവരാണ് വൃഷഭയിലെ മറ്റ് പ്രധാന താരങ്ങൾ. ജനാർദ്ദൻ മഹർഷിയും കാർത്തിക്കും ചേർന്നൊരുക്കിയ തിരക്കഥ ഗംഭീരം. AVS സ്റ്റുഡിയോയും ബാലാജി ടെലിഫിലിംസും ചേർന്നാണ് 200 കോടിയിലധികം മുതൽ മുടക്കിലെത്തിയ സിനിമ നിർമ്മിച്ചത്. ശോഭ കപൂർ, ഏകത കപൂർ എന്നിവർ നിർമ്മാണ പങ്കാളികളാണ്. റസൂൽ പൂക്കുട്ടി ഒരുക്കിയ സൗണ്ട് ഡിസൈൻ പൗരാണിക കാലത്തിന്റെ മൂഡ് കൃത്യമായി ആസ്വാദകന് പകരുന്നു. ആന്റണി സാംസണിന്റെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളൊക്കെയും അതീവ മനോഹരം. ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയത് പീറ്റർ ഹെയ്ൻ, സ്റ്റൺ സിൽവ, നിഖിൽ എന്നിവരാണ്. മലയാളത്തിന് അഭിമാനിക്കാം. സ്വന്തം ലാലേട്ടൻ വീണ്ടും ഭാഷകൾക്കപ്പുറം ആഘോഷിക്കപ്പെടുകയാണ്. അസാധ്യമായ അഭിനയ ചാരുതയിലൂടെ അതിശയിപ്പിക്കുകയാണ്. വൃഷഭ ബ്രഹ്മാണ്ഡ വിജയമാകും. ലാലേട്ടന്റെ വിജയ പരമ്പരകളിൽ മറ്റൊരു പൊൻതൂവൽ.